ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പുഡിംഗ് ആണ്. ചെറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ചെറി എടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറി. പിന്നെ ഇതിലേക്ക് 2.5 കപ്പ് പാൽ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മുടെ ചെറി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചേർക്കേണ്ട പാല്. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാല് ചേർക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര 5 ടേബിൾ സ്പൂണാണ്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/2 ടിൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നല്ലൊരു പിങ്ക് കളറിലാണ് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഇരിക്കുന്നത്. നല്ലൊരു സ്ട്രോബെറി പുഡിങ്ങിൻ്റെ ആ ഒരു കളർ തന്നെയാണ് ഇതിനും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ഇനി ഇതിലേക്കുള്ള ചൈന ഗ്രാസ് എടുക്കുക. ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. ചൈന ഗ്രാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ജെലറ്റിൻ യൂസ് ചെയ്യാം. ഞാനിതുവരെ ജെലറ്റിൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ചൈന ഗ്രാസാണ് എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിലേക്ക് ചൈന ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്, 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി പുഡിംഗ് മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു പുഡിങ്ങിൻ്റെ ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സെറ്റായതിന് ശേഷമാണ് ഇതിൻ്റെ മേലേക്കുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് താഴെ പോവും, സെറ്റാവാണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുഡിങ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഈ പുഡിങ്ങിലേക്ക് കുറച്ച് പിസ്ത പൊടിച്ചതാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് പിസ്തയാണ് പൊടിച്ചിട്ടുള്ളത്. ആ ഒരു പിങ്ക് കളറും ഗ്രീൻ കളറും വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിസ്ത അല്ലാതെ ആൽമണ്ട്സ് അങ്ങനെ ഏതെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ചെയ്യാം. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. പുഡിങ് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനം താഴേക്ക് പോവും. അത് പുഡിങ്ങിൻ്റെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ സെറ്റായതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.